You're not fooling me, not fooling anyone. Got your head in a clouds, you're delusional. In the notion of all this emotional. Best be sure, I'll be looking for something Hold up. Yeah. Swirl. 1901 റെഡിച്ച് ഇംഗ്ലണ്ടിലാണ് റോയൽ എൻഫീൽഡ് ജന്മം കൊണ്ടത്. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് ഏകദേശം എല്ലാ മോട്ടോർ സൈക്കിൾ ബ്രാൻഡുകളും പ്രൊഡക്ഷൻ അവസാനിപ്പിച്ചെങ്കിലും റോയൽ എൻഫീൽഡ് അന്നും മോട്ടോർ സൈക്കിളുടെ ഉൽപാദനം നിർത്തിയിരുന്നില്ല. 1920 റോയൽ എൻഫീൽഡ് സ്പോർട്സ് മോഡലുകളും ബി-ട്വിൻ മെഷീനുകളും എന്തിന് ഒരു ഓപ്പൺ ഫ്രെയിം ലേഡീസ് ബൈക്കും പുറത്തു കൊണ്ടുവന്നു. 1932 ബുള്ളറ്റ് ആദ്യമായി പുറത്തിറങ്ങിയത്. പിന്നീട് ആ ബൈക്കാണ് റോയൽ എൻഫീൽഡ് എന്ന കമ്പനിയുടെ ഇമേജായി മാറിയത്. 1953 ഇന്ത്യൻ ആർമിക്ക് വേണ്ടി മോട്ടോർ ബൈക്കുകൾ എത്തിക്കാനുള്ള ജോലി മദ്രാസ് മോട്ടോഴ്സിനായിരുന്നു. അവരാണ് 750 ബുള്ളറ്റുകൾ ഇന്ത്യയിലേക്ക് ആദ്യമായി എത്തിച്ചത്. ഇതിനുശേഷം 1955 മദ്രാസ് മോട്ടോഴ്സിനെ റോയൽ എൻഫീൽഡ് ബൈക്സ് മാനുഫാക്ചർ ചെയ്യാനുള്ള ലൈസൻസ് ലഭിക്കുകയും എൻഫീൽഡ് ഇന്ത്യ എന്ന കമ്പനി ജനിക്കുകയും ചെയ്തു. ഇതിനൊക്കെ ശേഷം 2018 റോയൽ എൻഫീൽഡിന്റെ ആദ്യത്തെ ഡുവൽ ചാനൽ ABS ഉള്ള ബൈക്ക് പുറത്തിറങ്ങി. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ടെക് മല്ലുവിലേക്ക്. ഇന്ന് നമ്മുടെ മുന്നിലിരിക്കുന്നത് റോയൽ എൻഫീൽഡിന്റെ ക്ലാസിക് 350 സിഗ്നൽസ് എന്ന് പറയുന്ന എഡിഷനിലെ 2 ബൈക്കിലെ ഒരു ബൈക്കാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ വേണ്ടി എന്നെ സഹായിച്ചത് ഗ്രേസ് മോട്ടോഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഈ വണ്ടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു റോയൽ എൻഫീൽഡിന്റെ ബൈക്കിന്റെ ടെസ്റ്റ് റൈഡ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഗ്രേസ് മോട്ടോഴ്സുമായി ബന്ധപ്പെടുക. അപ്പോൾ നമുക്ക് വൈകാതെ തുടങ്ങാം. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത് എയർബോൺ ബ്ലൂ എന്ന് പറയുന്ന എഡിഷൻ ആണ്. ഇനി സ്റ്റോം റൈഡർ സാൻഡ് എന്ന് പറയുന്ന ഒരു എഡിഷൻ കൂടിയുണ്ട്. അത് ഞാൻ വീഡിയോയുടെ എൻഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും അതുകൂടെ ഒന്ന് നോക്കുക. അതുപോലെ തന്നെ ഞാൻ ഈ വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ടും വീഡിയോയുടെ എൻഡിലായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മുഴുവനായി കാണാൻ ശ്രമിക്കുക ഈ വീഡിയോ. അപ്പോൾ നമുക്ക് സ്പെസിഫിക്കേഷനിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ റോയൽ എൻഫീൽഡ് ക്ലാസിക് 350 സിഗ്നൽസ് വരുന്നത് 346cc സിംഗിൾ സിലിണ്ടർ 4-സ്ട്രോക്ക് ട്വിൻ സ്പാർക്ക് എഞ്ചിന് കൊണ്ടാണ്. ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 20.07 PS-ന്റെ പവറാണ്. 5 സ്പീഡിന്റെ മാനുവൽ ട്രാൻസ്മിഷനാണ് ഈ വണ്ടിക്ക് ലഭിക്കുന്നത്. ഫ്രണ്ടിലും പിന്നിലും ഡിസ്ക് ബ്രേക്സ് നമുക്ക് ഈ വണ്ടിയിൽ ലഭിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ ഈ വണ്ടിയിൽ വരുന്നത് ഡുവൽ ചാനൽ ABS ആണ്. അതായത് മുന്നിലും പിന്നിലും നമ്മൾക്ക് ABS ലഭിക്കുന്നുണ്ട്. സസ്പെൻഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മുന്നിൽ ടെലിസ്കോപ്പിക് ഫോർക്സും പിന്നിൽ 5 രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ട്വിൻ ഗ്യാസ് ചാർജ് ഷോക്ക് അബ്സോർബേഴ്സുമാണ് വരുന്നത്. ഇനി ടയറുകളെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് മുന്നിൽ 19 ഇഞ്ചിന്റെ ടയറും പിന്നിൽ 18 ഇഞ്ചിന്റെ ടയറുമാണ് വരുന്നത്. ഇതിൽ 2 ടയറുകളും ട്യൂബുള്ള ടയറുകളാണ്. നമുക്ക് എലോയ് വീലുകളല്ല, പകരം സ്പോക്കുള്ള വീലുകളാണ് ഇവിടെ കിട്ടുന്നത്. ഇനി നമുക്ക് വണ്ടിയുടെ ഡൈമെൻഷൻസ് നോക്കാം അല്ലേ. അപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് 2160 മില്ലിമീറ്റർ ആണ്. വിഡ്ത്ത് എന്ന് പറയുന്നത് 790 മില്ലിമീറ്റർ ആണ്. വണ്ടിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 1090 മില്ലിമീറ്റർ ആണ്. വണ്ടിക്ക് വരുന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 135 മില്ലിമീറ്റർ ആണ്. വീൽ ബേസ് എന്ന് പറയുന്നത് 1370 മില്ലിമീറ്റർ ആണ്. ഇനി ഈ വണ്ടിയുടെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 13.5 ലിറ്ററിന്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി ആണ്.
വണ്ടിയുടെ വെയിറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് 192 കിലോഗ്രാമാണ് വണ്ടിയുടെ വെയിറ്റ് വരുന്നത്. ഫ്രണ്ടിൽ നമുക്ക് കിട്ടുന്ന ഹെഡ് ലാംപ്സ് എന്ന് പറയുന്നത് ഹാലോജൻ ഹെഡ് ലാംപ്സ് ആണ്. ഇനി മറ്റ് ഫീച്ചറുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾക്ക് ഇവിടെ ഡുവൽ ചാനൽ ABS കിട്ടുന്നുണ്ട്. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ ബോഡി ഗ്രാഫിക്സ് കിട്ടുന്നുണ്ട്, സെൽഫ് സ്റ്റാർട്ട് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ കിക്കറും ഇതിൻ്റെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് പാസ് സ്വിച്ച്, സ്പീഡോമീറ്റർ, ട്രിപ്പ് മീറ്റർ, അതുപോലെ ലോ ഫ്യൂവൽ വാർണിംഗ് ലാമ്പ് എന്നീ ഫീച്ചറുകളും നമ്മൾക്ക് ഈ വണ്ടിയിൽ ലഭിക്കുന്നുണ്ട്. ഇതാണ് നിങ്ങൾക്ക് റോയൽ എൻഫീൽഡ് ക്ലാസിക് 350 സിഗ്നൽസിൻ്റെ കൂടെ കിട്ടാൻ പോകുന്ന കീ. ഇനി മറ്റു കാര്യങ്ങൾ ഒരു റൈഡ് എടുത്തുകൊണ്ട് ഞാൻ പറയാം. വണ്ടിയുടെ വെയിറ്റിൻ്റെ കാര്യത്തിൽ സംശയമുള്ള ആളുകൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. വണ്ടി ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ എടുത്ത് നമ്മൾ വണ്ടിയുടെ മുകളിൽ ഇരിക്കുമ്പോൾ നമുക്ക് വെയിറ്റ് ഫീൽ ആവുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് വെയിറ്റിൻ്റെ കാര്യത്തിൽ കുറച്ചൊരു ആശങ്കയുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റോഡിൽ നിന്ന് ഇറക്കി പാർക്ക് ചെയ്തതിന് ശേഷം റോഡിലേക്ക് കയറ്റുന്ന സമയത്താണ്. അങ്ങനെയുള്ള സമയത്ത് നമ്മൾക്ക് വളക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും വണ്ടി ഓണാക്കി വളച്ചിട്ട് റോഡിലേക്ക് കയറ്റാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ അങ്ങനെയല്ല, അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. പക്ഷേ ഇത് നമുക്ക് വെയിറ്റ് നമുക്ക് എന്താ പറയുക ബാലൻസ് ചെയ്ത് കുറച്ച് കാലം കഴിഞ്ഞ് നമുക്കൊരു ശീലമായി കഴിഞ്ഞാൽ പിന്നെ വെയിറ്റ് ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾ എൻ്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കിയോ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സാധനം കാണാം. സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും കാണാം. നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു, അത് ബെൻസിൻ്റെ മെർസിഡീസിൻ്റെ AMG GT എഡിഷൻ ആണ്. അപ്പോൾ ഞാൻ വളരെ സ്റ്റണ്ടായിരുന്നു ആ വണ്ടി കണ്ടപ്പോൾ. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നമുക്ക് നമ്മുടെ റിവ്യൂയിലേക്ക് കിടക്കാം. അപ്പോൾ വണ്ടിയുടെ ആക്സലറേഷനെ കുറിച്ച് പറയാം. നമ്മൾ ഇതിനു മുൻപ് കണ്ടിരുന്ന, അതായത് നമ്മൾക്ക് ഇതിനു മുൻപ് 350cc റോയൽ എൻഫീൽഡ് ബൈക്കുകളിൽ നിന്ന് കിട്ടിയ സെയിം എഞ്ചിനാണ് നമ്മൾക്ക് ഈ വണ്ടിയിലും കിട്ടുന്നത്. അതുമാത്രമല്ല നമ്മൾക്ക് ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ, വണ്ടിയുടെ ഹാൻഡ്ലിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ വളരെ നല്ല ഹാൻഡ്ലിംഗ് ആണ്. ചെറിയ സ്പേസസിലൂടെ പോലും എനിക്ക് അനായാസം എടുത്തു പോകാൻ സാധിക്കുന്ന വണ്ടിയാണ്. നല്ല അടിപൊളി ഹാൻഡ്ലിംഗ് ആണ്. സീറ്റിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് വളരെ കംഫർട്ടബിൾ ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് റൈഡ്സിനൊക്കെ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള വണ്ടിയാണ്. ഇനി ഒരു പ്രശ്നം ഞാൻ കണ്ടത്, ഒരു പ്രശ്നമുണ്ട്, അത് ഞാൻ പറഞ്ഞില്ല എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ടാവും. പക്ഷെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ പറയാതിരിക്കാൻ പറ്റാത്ത ഒരു ചെറിയ പ്രശ്നമുണ്ട്. അത് നിങ്ങളിപ്പോൾ എൻ്റെ റൈറ്റ് സൈഡിലുള്ള മിറർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഈ ഫുട്ടേജ് കട്ട് ചെയ്തിട്ട് ഞാൻ തിരിച്ചു പോകുന്ന സമയത്തുള്ള ഫുട്ടേജ് കാണിച്ചു തരാം. അതിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലൊരു ഇഷ്യൂ ഞാൻ സ്വയം ഫേസ് ചെയ്തിട്ട് പറയാതിരിക്കുന്നത് മോശമാണ്. അതായത് പറയാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ചാനൽ തുടങ്ങേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ബൈയിങ് ഡെസിഷൻ ഈസി ആക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങൾ റൈറ്റ് സൈഡ് മിറർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, മിറർ ഇപ്പോൾ ക്യാമറയിൽ കാണുമ്പോൾ അത്ര വൈബ്രേഷൻ നമുക്ക് തോന്നില്ല. നിങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓടിച്ചുകൊണ്ട് നിൽക്കുമ്പം വൈബ്രേഷൻ കൊണ്ട് പിന്നിലുള്ള സംഭവങ്ങൾ, അതായത് ഒരു 80ൻ്റെ സ്പീഡിൽ മുകളിലേക്ക് പോവുകയാണെങ്കിൽ, അതായത് ഒരു 80 km/h സ്പീഡിൻ്റെ മുകളിലേക്ക് കയറുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും വളരെ ബുദ്ധിമുട്ടാകാൻ സാധ്യതയുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നിൽ വരുന്ന വണ്ടികളെ കാണാനുള്ള ബുദ്ധിമുട്ട് ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ. പക്ഷേ അത് നമുക്ക് ഇതുവരെ ഒരു ലെവൽ വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ സ്പീഡ് കുറച്ച് പോകാൻ ശ്രമിക്കുക, നമുക്ക് നല്ലതാണ് ബേസിക്കലി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര സ്പീഡ് കുറച്ച് പോകുന്നു അത്രയും അപകടത്തിൻ്റെ ചാൻസസ് കുറയും. അപ്പോൾ എന്തിനാണെങ്കിൽ നിങ്ങൾക്ക് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ റിവ്യൂസ് കാണാൻ വേണ്ടി താഴെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് ഈ വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് കേൾക്കാൻ തുടങ്ങാം. ടെക് മല്ലു എന്ന ഈ ചാനലിനെ ഇൻസ്റ്റഗ്രാമിലും ഫോളോ ചെയ്യാൻ മറക്കരുത്. techmalluofficial എന്നാണ് എൻ്റെ യൂസർ നെയിം. അതുപോലെ തന്നെ ഇവിടെ യൂട്യൂബിലും നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ബെല്ലൈക്കൺ അമർത്തിക്കഴിഞ്ഞാൽ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.